രാജാക്കാട് പൊന്മുടി റോഡിൽ IOC പമ്പിന് സമീപം മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. മലിനജലം റോഡരികിലൂടെ ഒഴുകുന്നതിനാൽ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. രാജാക്കാട് പൊന്മുടി റോഡിൽ IOC പമ്പിന് സമീപം മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് ആരോഗ്യ പ്രശ്നമുയർത്തുന്നു. മലിനജലം റോഡരികിലൂടെ ഒഴുകുന്നതിനാൽ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഉദ്ഘാടനം ചെയ്ത വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് കടന്നുപോകണമെങ്കിൽ ഈ മലിനജലത്തിലൂടെ പോകുവാൻ സാധിക്കൂ. ഈ കടയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയത് മുതലാണ് വെള്ളമൊഴുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. രൂക്ഷഗന്ധമുള്ള കൊഴുകൊഴുത്ത അഴുക്ക് ജലമാണ് ഇതുവഴി ഒഴുകുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കും അടുത്തുകൂടി പോകുന്ന വാഹനങ്ങളിലേക്കും വെള്ളം തെറിക്കും. പൊന്മുടി രാജാക്കാട് പൊതുമരാമത്ത് റോഡരികിലാണ് മലിനജലം തുറന്നുവിട്ടിരിക്കുന്നത്. അവനവന്റെ ഒരിടത്തിലുണ്ടാകുന്ന കടയിലുണ്ടാകുന്ന വേസ്റ്റ് വെള്ളമെല്ലാം അവരുടെ ഒരിടത്തിൽ തന്നെ നിർമ്മാണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. എന്നാലേ ലൈസൻസ് കൊടുക്കൂ എന്നുള്ള ആ നിയമം ഉള്ളപ്പോഴാണ് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ഖ്യാതി ലഭിച്ചിട്ടുള്ള രാജാക്കാട് പഞ്ചായത്തിൽ ഇതുപോലെ ഒരു പ്രവൃത്തി നടക്കുന്നത്. ഇതിന്റെ കാരണക്കാരായ ആരായാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇത് മൂടിക്കളയാനുള്ള മാർഗം, അതായത് ഇത് തുടർന്ന് ഒഴുകി പോകാതിരിക്കാനുള്ള മാർഗം ചെയ്തു തരണമെന്നുമാണ് എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് അറിയിക്കുക. മുമ്പ് റോഡ് വികസനം നടത്തിയപ്പോൾ റോഡരികിലുണ്ടായിരുന്ന ഓടകൾ അവിടെ നിന്നും ഒഴിവാക്കിയിരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകാനായി ചില ഭാഗത്ത് മാത്രം ഐറിഷ് ഓടയാണ് തീർത്തിരുന്നത്. ഹോട്ടലുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടാതെ അവരവരുടെ സ്ഥലത്ത് കുഴി നിർമ്മിച്ച് അതിലേക്ക് വിടണമെന്നുമായിരുന്നു നിയമം. ഓടയിലേക്ക് മലിനജലം ഒഴുക്കിയാൽ പഞ്ചായത്ത് ലൈസൻസും ആരോഗ്യവകുപ്പിന്റെ ലൈസൻസും ലഭിക്കില്ല. ഈ നിയമമുള്ളപ്പോഴാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കണ്ണുവെട്ടിച്ച് മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത്. ബസ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്ന ഓടയിലും മലിനജലം ഒഴുക്കുന്നുണ്ട്. സമ്പൂർണ്ണ ശുചിത്വ പദവി ലഭിച്ച രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ദുർഗതി. എത്രയും വേഗം ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തുകയും ഇത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.